ഹായ്. ഇന്ന് നമുക്ക് നാലമ്പലം ചുറ്റാൻ പോവാം. ഇനി തറവാട്ടിലേക്കാണ് പോണത്. അവിടെ എല്ലാവരും ഉണ്ട് കൂടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒപ്പാണ് പോണത്. അപ്പൊ കാണാം. നമ്മളിപ്പോ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാരും കൂടിയും നേരെ പോണത് രാമപുരത്ത് ശ്രീരാമന്റെ അമ്പലത്തേക്കാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലാണ് ഇവിടെ രാമപുരം അമ്പലം ഉള്ളത്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാട്ടോ. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ വിശേഷിക്കുന്നത് ഇവിടെ രണ്ട് പ്രതിഷ്ഠയാണുള്ളത്. ഒന്ന് ശ്രീരാമന്റെ അമ്പലം, അത് നേരെ തൊട്ട് ഇടതുവശത്തായിട്ട് നരസിംഹമൂർത്തി ക്ഷേത്രമാണ് ഉള്ളത്. ആലപ്പുഴ ചുറ്റിൻ്റെ രണ്ടാമത്തെ അമ്പലത്തേക്കാണ് വന്നിട്ടുണ്ട്. ലക്ഷ്മണൻ്റെ അമ്പലമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ അമ്പലത്തിൽ പോകും. ഭരതസ്വാമിൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സീതാദേവിൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെ ദർശനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ അമ്പലമായ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോൾ സീതാദേവിൻ്റെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ സീതാദേവിൻ്റെ ഒരേ ഒരു ക്ഷേത്രമുള്ളത്. ഇനി മറ്റെവിടെയെങ്കിലും ക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ സീതാദേവിക്ക് പട്ടും താലി ചാർത്തുന്നുള്ള കേട്ടോ. പട്ടും താലിയും സീതാദേവിക്ക് സമർപ്പിച്ചിട്ട് അമ്പലം 4 പ്രാവശ്യം വലം വയ്ക്കണം കേട്ടോ. സീതാദേവിൻ്റെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇവിടെ പ്രസാദമായിട്ട് കിട്ടുന്നത് നല്ല ചുവന്ന സിന്ദൂരാണ് കേട്ടോ. നമ്മൾ സീതാദേവിയുടെ ക്ഷേത്രത്തോട് ഭരതസ്വാമി ക്ഷേത്രത്തിലാണ്. ആലപ്പുഴ ചുറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 4ാമത്തെ അമ്പലത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ തിരിച്ച് ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയി
4 അമ്പലവും ചുറ്റിക്കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ശ്രീരാമൻ്റെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നുകൂടി തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.